ചെങ്കടൽ തീരത്തുള്ള സൗദി അറേബ്യൻ നഗരമാണ് ജദ്ദ. മുസ്ലിങ്ങളുടെ പുണ്യകേന്ദ്രമായ മെക്കയുടെ കവാടം എന്നൊരു വിശേഷണമുള്ള നഗരം. നൂറ്റാണ്ടുകൾ നീളുന്ന സാംസ്കാരിക പാരമ്പര്യം ഈ നഗരത്തെ മറ്റ് ഗൾഫ് സിറ്റികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. അടുത്ത കാലത്ത് ടൂറിസം ലക്ഷ്യമിട്ട് ജദ്ദയെ ഒരു ഉദ്യാനം പോലെ മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാധുനിക ശൈലിയിലുള്ള വമ്പൻ കെട്ടിടങ്ങളും മാളുകളും എന്റർടൈൻമെന്റ് സെന്ററുകളുമെല്ലാമുള്ള നഗരമാണിത്. പോകാം സൗദി അറേബ്യൻ നഗരമായ ജദ്ദയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ജദ്ദ നഗരത്തിലെ പ്രധാനപ്പെട്ട 9 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം അൽ ബലദ്. തുടർന്ന് അൽ ടയബാറ്റ് ഇന്റർനാഷണൽ സിറ്റി മ്യൂസിയം, പിന്നെ ഫാക്കി അക്വേറിയം. അടുത്തതായി ജദ്ദ കോർണിഷ്, തുടർന്ന് റെഡ് സീ മാൾ, അവിടെ നിന്നും സിറ്റി വാക്ക്, പിന്നെ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ. അടുത്തതായി അൽ റഹ്മ മസ്ജിദ്, അവസാനമായി ഒബുർബെ. ഓൾഡ് ടൗൺ ആയ അൽ ബലദിൽ നിന്നും നമുക്ക് യാത്ര ആരംഭിക്കാം. ജദ്ദ നഗരം രൂപപ്പെട്ടതും വളർന്നു വികസിച്ചതും അൽ ബലദിലാണ്. അതുകൊണ്ട് തന്നെ 14 നൂറ്റാണ്ടോളം നീളുന്ന സംഭവബഹുലമായ ചരിത്രം ഈ പഴയ നഗരഭാഗത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ പകലും രാത്രിയിലും അൽ ബലദ് സന്ദർശിക്കണം. 2 സമയത്തും ഓൾഡ് ടൗണിന്റെ രൂപവും ഭാവവും ഏറെ വ്യത്യസ്തമാണ്. പകൽ ഇവിടെ അധികം ആളുകളെ കാണാനാവില്ല. എന്നാൽ അൽബലദിലെ സവിശേഷമായ നിർമ്മാണ രീതികളും മറ്റും കണ്ടു മനസ്സിലാക്കാൻ പകലാണ് നല്ലത്. 5 നൂറ്റാണ്ട് വരെ പഴക്കമുള്ള നിരവധി കെട്ടിടങ്ങൾ ഇവിടെ കാണാം. പരമ്പരാഗത രീതിയിൽ മണ്ണും കട്ടയുമെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ. സവിശേഷമായ മരജാലകങ്ങളാണ് ഇവയുടെ ശ്രദ്ധേയമായ ഭാഗം. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബാൽക്കണിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ജനാലകളുടെ ഡിസൈൻ ഉൾഭാഗത്ത് വായുസഞ്ചാരം ഉറപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. ഓൾഡ് ടൗണിലെ ചില കെട്ടിടങ്ങൾ ഇപ്പോഴും ജീർണിച്ച അവസ്ഥയിൽ തുടരുന്നുണ്ട്. ഇവയെല്ലാം നഗരചരിത്രത്തിന്റെ ഭാഗമായതിനാൽ സംരക്ഷിക്കാനുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിച്ചു വരുന്നു. പകൽ ആൾത്തിരക്ക് വളരെ കുറവായ ഓൾഡ് ടൗണിൽ സന്ധ്യയാകുന്നതോടെ സ്ഥിതി വ്യത്യസ്തമാകും. പകൽ അടഞ്ഞു കിടന്നിരുന്ന കടകളെല്ലാം രാത്രി വൈകുവോളം തുറന്നിരിക്കും. നൂറ്റാണ്ടുകളായി കച്ചവടം നടക്കുന്ന ഇടങ്ങളാണ് ഇതെല്ലാം. ചെറിയ മുറികളിൽ ഓരോ ഉൽപ്പന്നത്തിനും പ്രത്യേകം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ, വസ്ത്രങ്ങൾ, സുഗന്ധവസ്തുക്കൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ പലതരം വസ്തുക്കൾ ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നു. രാത്രിയിൽ ഈ കടകളെല്ലാം ലൈറ്റിംഗിലൂടെ കൂടുതൽ ആകർഷകമായ കാഴ്ചയാവും. ഇതോടൊപ്പം ധാരാളം വഴിയോര കച്ചവടക്കാരും ഇവിടങ്ങളിൽ സ്ഥാനം പിടിക്കും. നഗരത്തിലെ തദ്ദേശീയരായ സാധാരണക്കാരുടെ ജീവിതം കാണാനാവുന്ന ഡെസ്റ്റിനേഷനാണിത്. സമ്പന്ന രാജ്യമായിരുന്നിട്ടും ഓൾഡ് ജദ്ദയെ പഴയ രൂപത്തിൽ തന്നെ ഭരണകൂടം നിലനിർത്തിയിരിക്കുകയാണ്.
ഭാവിയിലെ ടൂറിസം സാധ്യതകൾ തന്നെയാണ് ഇതിലൂടെ സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്. അറേബ്യൻ സാംസ്കാരിക ചരിത്രം മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രദർശന കേന്ദ്രമാണ് ഇനി നമുക്ക് കാണേണ്ടത്. അൽ ടയബാറ്റ് ഇന്റർനാഷണൽ സിറ്റി മ്യൂസിയം. ഗൾഫ് മേഖലയിലെ ലൈവ് ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ പഴയ ഗ്രാമങ്ങളും കുടിലുകളുമൊക്കെ ഉൾപ്പെടുന്ന ഗോത്ര ജീവിതമാണ് സാധാരണ ഉൾപ്പെടുത്താറ്. കലാപരമായ ഘടകങ്ങളൊന്നും അത്തരം നിർമ്മിതികളിൽ കാണാനും കഴിയില്ല. എന്നാൽ അൽ ടയബാറ്റ് മ്യൂസിയത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. 5-ലധികം നിലകളുള്ള വലിയ കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. സൗന്ദര്യത്തിൽ ഒന്നിനൊന്നിനും മികവ് പുലർത്തുന്ന മനോഹര നിർമ്മിതികൾ. ഇവയുടെ പുറം മാത്രമല്ല, ഉൾവശവും അതിമനോഹരമായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെങ്കടൽ മേഖലയിൽ പ്രചരിച്ചിരുന്ന ഹിജാസി എന്ന വാസ്തുവിദ്യാ ശൈലിയാണിത്. ബ്രൗൺ നിറമുള്ള മരത്തടി താരതമ്യേന കൂടുതൽ ഉപയോഗിച്ചുള്ള അറേബ്യൻ ആർക്കിടെക്ചർ. ബാൽക്കണികളിലും ജനാലയുടെ സ്ഥാനത്തുമെല്ലാം ഇവിടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മരം കൊണ്ടുള്ള ഗ്രില്ലുകൾ കാണാനാവും. ഉള്ളിലേക്ക് കടക്കുമ്പോഴും കലാപരമായ മികവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിർമ്മാണ ശൈലി നിലനിർത്തിയിരിക്കുന്നു. സൗദി അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ പലതരം പുരാവസ്തുക്കളും ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലക്ഷ്യം സൗദി അറേബ്യയുടെ ആധുനിക മുഖത്തിന്റെ അടയാളമായി ചൂണ്ടിക്കാട്ടാനാകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ഫാക്കി അക്വേറിയം. സന്ദർശകരെ ഞെട്ടിക്കുന്ന വമ്പൻ അക്വേറിയങ്ങൾ ദുബായിലും മറ്റുമുണ്ട്. വലിപ്പത്തിൽ അത്ര വരില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളിലും രൂപകൽപ്പനയിലും ഈ ജലജീവി പ്രദർശന കേന്ദ്രവും ഒട്ടും പിന്നിലല്ല. പുതിയ കാലഘട്ടത്തിലെ വിനോദസഞ്ചാര സംസ്കാരത്തിന് ചേരും വിധമാണ് അക്വേറിയം സംവിധാനം ചെയ്തിട്ടുള്ളത്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മറൈൻ അക്വേറിയം എന്ന പ്രത്യേകതയും ഫാക്കി അക്വേറിയത്തിനുണ്ട്. ചെറുതും വലുതുമായ ടാങ്കുകളിലാണ് ഇവിടെ ജലജീവികളെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓരോ ടാങ്കും കാഴ്ചയിൽ ആകർഷകമാകും വിധം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതിനായി കടലിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ സ്വാഭാവിക പരിസരത്തിന്റെ പ്രതീതിയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അനുയോജ്യമായ ലൈറ്റിംഗ് കൂടിയാകുമ്പോൾ ടാങ്കുകൾ ഗംഭീരമായ കാഴ്ച അനുഭവമായി മാറുന്നു. ഈ ടാങ്കുകൾക്കുള്ളിലാണ് നിറപ്പകിട്ടാർന്നതും വിചിത്ര രൂപമുള്ളതുമായ കടൽ ജീവികളെ പാർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 200ഓളം വ്യത്യസ്ത സ്പീഷീസുകളിലുള്ള 8000-ലധികം ജീവികൾ ഫാക്കി അക്വേറിയത്തിലുണ്ട്. ചെങ്കടലിൽ കണ്ടുവരുന്ന ഇനങ്ങളാണ് ഇവയിൽ ബഹുഭൂരിപക്ഷവും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിച്ച പെൻഗ്വിനുകൾ ഉൾപ്പെടെയുള്ള ജീവികൾ വേറെയും. നിറപ്പകിട്ടാർന്നതും സവിശേഷ രൂപവുമുള്ള കോറൽ മത്സ്യങ്ങളാണ് ഇവിടെ സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്നത്. സ്രാവുകൾ അടക്കമുള്ള വലിയയിനം മത്സ്യങ്ങൾ വിഹരിച്ചു നടക്കുന്ന ടണലുള്ള വലിയ ടാങ്കും ഫാക്കി അക്വേറിയത്തിലെ സവിശേഷ കാഴ്ചയാണ്. ടണലിലൂടെ നടക്കുമ്പോൾ കടലിനടിയിലൂടെ നടക്കുന്ന പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ജദ്ദ കോർണിഷ് ഏരിയയിലേക്കാണ് ഇനി നാം പോകുന്നത്. ചെങ്കടലും ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ലഗൂണുകളും ഉൾപ്പെടുന്ന ജലാശയത്തിന്റെ തീരമാണിത്. ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോടെ നഗരം വികസിക്കുന്നത് കോർണിഷ് മേഖല കേന്ദ്രീകരിച്ചാണ്.
ഏതാണ്ട് 30 കിലോമീറ്റർ നീളത്തിൽ ജദ്ദയുടെ തീരം പ്രൊമനേഡായി നവീകരിച്ചിട്ടുണ്ട്. ഉദ്യാനങ്ങളും നടപ്പാതകളും വ്യൂ പോയിന്റുകളുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. കടലിന്റെയും കരയുടെയും ആഴം കുറഞ്ഞ ലഗൂണുകളുടെയും ദ്വീപുകളുടെയും എല്ലാം കാഴ്ചകളാണ് കോർണിഷിന്റെ പ്രത്യേകത. നീല, മരതക പച്ച നിറങ്ങളിൽ തിളങ്ങുന്ന ജലപ്പരപ്പ് പകൽ സമയത്ത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. രാത്രിയിൽ വൈദ്യുത പ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന കരയുടെ ദൃശ്യങ്ങളും ആകർഷകമാകുന്നു. ഒഴിവു സമയം ചെലവിടാനും സൗഹൃദം പങ്കുവയ്ക്കാനും കുടുംബസമേതവും സുഹൃത്തുക്കൾക്കൊപ്പവും ജദ്ദ നഗരവാസികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കടൽക്കാറ്റുകൊണ്ടും കാഴ്ചകൾ ആസ്വദിച്ചും കോർണിഷിൽ അലസമായി നടക്കുന്നതും വിശ്രമിക്കുന്നതുമെല്ലാം രസകരമായ അനുഭവമാണ്. വ്യായാമത്തിനായും കോർണിഷിലെ പ്രൊമനേഡുകളെ ആശ്രയിക്കുന്നവരുണ്ട്. സന്ദർശകർക്കായി കോഫി ഷോപ്പുകളും റെസ്റ്റോറന്റുകളും മറ്റും പലയിടങ്ങളിലായി സജ്ജമാണ്. മാളുകൾ ഉൾപ്പെടുന്ന എന്റർടൈൻമെന്റ് സെന്ററുകളും കോർണിഷിൽ ധാരാളമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ആഡംബര റിസോർട്ടുകളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നതും കോർണിഷിലാണ്. ജാപ്പനീസ് റിസോർട്ട് ചെയിനായ നോബുവാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം. രൂപകൽപ്പന കൊണ്ട് ആകർഷകമായ ഒരു റെസ്റ്റോറന്റും നോബുവിലുണ്ട്. ഇനിയുള്ളത് ആരാധനാലയങ്ങളാണ്. ജദ്ദയിൽ അടുത്ത കാലത്ത് നിർമ്മിച്ച മോസ്കുകൾ പലതും കോർണിഷിലാണുള്ളത്. ട്രഡീഷണൽ ഇസ്ലാമിക് ആർക്കിടെക്ചറും കണ്ടംപററി ശൈലികളും കൂട്ടിയിണക്കിയുള്ള നിർമ്മിതികൾ കാഴ്ചയിൽ സുന്ദരമാകുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഹസൻ ഇനാനി മോസ്കാണ്. അറേബ്യൻ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള കോമ്പൗണ്ടും ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ ദൃശ്യങ്ങളും ഇവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ജദ്ദ കോർണിഷിൽ കാണേണ്ട ഒരു ഐക്കോണിക് സ്പോട്ടാണ് കിങ് ഫഹദ് ഫൗണ്ടൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫൗണ്ടനാണിത്. ഏകദേശം 300 മീറ്റർ വരെ വെള്ളം ഉയരുന്നത് രാത്രിയിലെ ലൈറ്റിംഗിൽ അതിശയകരമായ കാഴ്ചയാണ്. റെഡ് സീ തീരത്ത് നിന്ന് ഉയരുന്ന ഈ കാഴ്ച ജദ്ദയുടെ സൗന്ദര്യം തന്നെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി ജദ്ദയിലെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് കേന്ദ്രം സന്ദർശിക്കാം. റെഡ് സീ മാൾ. ചെങ്കടൽ തീരത്തെ കോർണിഷിൽ ഒരുക്കിയിട്ടുള്ള മനോഹരമായൊരു മാൾ. മോഡേൺ ആർക്കിടെക്ചറിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ പണികഴിപ്പിച്ചിട്ടുള്ള നിർമ്മിതിയാണിത്. 600-ലധികം ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ മാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭൂരിഭാഗവും ആഡംബര ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളാണ്. ഇതിനു പുറമെ സൂപ്പർ മാർക്കറ്റുകൾ, മൾട്ടി ബ്രാൻഡ് ഫാഷൻ സ്റ്റോറുകൾ എന്നിവയും മാളിലുണ്ട്. വോക്സ് സിനിമാസിന്റെ മൾട്ടിപ്ലക്സ് ആണ് റെഡ് സീ മാളിന്റെ പ്രധാന ആകർഷണം. ഇന്ന് ഐമാക്സ് പ്രൊജക്ഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെ സ്ക്രീനുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സെന്ററുകളാണ് മറ്റൊരു വിഭാഗം. അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള പലതരം ഗെയിമുകൾ ഇവിടെ ആസ്വദിക്കാനാകും. കഫേകളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടെ 80ഓളം ഭക്ഷണശാലകളും മാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തത് സിറ്റി വാക്ക്.
ഇവിടം ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ കേന്ദ്രമാണ്. ജദ്ദ സീസൺ എന്ന പേരിൽ പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ആഘോഷം. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്താകമാനം നടത്തുന്ന സൗദി സീസൺസ് ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതിയുടെ ഭാഗമാണിത്. വിനോദവും വിപണനവും കൂട്ടിയിണക്കി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെയും മറ്റും മാതൃകയിലാണ് ഇതിന്റെ സംഘാടനം. വ്യാപകമായി പ്രചാരണം നടത്തി ലോകത്തിന്റെ ആകമാന ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കാനും ഇപ്പോൾ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. വിനോദത്തിന് തന്നെയാണ് ജദ്ദ സീസണിൽ പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ ഭാഗമായ ഒരു ഫെസ്റ്റിവൽ സെന്ററാണ് സിറ്റി വാക്ക്. അഡ്വഞ്ചർ റൈഡുകൾ, കലാപരിപാടികൾ, പ്രദർശനങ്ങൾ, ഷോപ്പിംഗ് ഏരിയകൾ എന്നിവയെല്ലാം സിറ്റി വാക്കിൽ ഉൾപ്പെടുന്നുണ്ട്. ലൈറ്റും സെറ്റുകളും റൈഡുകളും ചേർന്ന ആകർഷകമായ ഡിസൈൻ ഫെസ്റ്റിവൽ വേദിയെ രസകരമായ അനുഭവമാക്കി മാറ്റുന്നു. സിറ്റി വാക്കിൽ ഷോപ്പിംഗിനും ഉയർന്ന പ്രാധാന്യമാണ് നൽകുന്നത്. സൗദി അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ കരകൗശല വസ്തുക്കൾ ഇവിടെ നിന്നും വാങ്ങാനാകും. ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയും സിറ്റി വാക്കിലൂടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇനി കാണേണ്ടത് ജദ്ദയിലെ ഇന്റർനാഷണൽ സ്പോർട്സ് അട്രാക്ഷനായ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ സർക്യൂട്ടാണ്. വർഷം തോറും ഏപ്രിൽ മാസത്തിൽ F1 മത്സരങ്ങൾ അരങ്ങേറുന്ന ട്രാക്ക്. മത്സരം നടക്കുമ്പോൾ ലോകമെങ്ങും നിന്നുള്ള F1 ആരാധകർ ജദ്ദയിൽ എത്തിച്ചേരും. അതോടൊപ്പം സർക്യൂട്ടും പരിസരവും ആഘോഷത്തിൽ മുങ്ങുകയും ചെയ്യും. ജദ്ദയിലെ കോർണിഷ് ഏരിയയിലാണ് സർക്യൂട്ടിന്റെ സ്ഥാനം. മത്സരം ആരംഭിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടം ഒരു എന്റർടൈൻമെന്റ് സെന്ററായി മാറിയിട്ടുണ്ടാകും. റേസിന്റെ ത്രസിപ്പിക്കുന്ന അനുഭവം തന്നെയാണ് F1 സർക്യൂട്ടിന്റെ മുഖ്യ ആകർഷണം. ടിക്കറ്റുകളെല്ലാം മാസങ്ങൾക്ക് മുമ്പേ തന്നെ വിറ്റുപോകും. ഇഷ്ടപ്പെട്ട ടീമിന്റെ ആരാധകർക്ക് പ്രത്യേകം ഗ്യാലറി തെരഞ്ഞെടുക്കാനും അവസരമുണ്ട്. ഇത് മത്സരത്തിന്റെ ആസ്വാദനവും ആഘോഷത്തിന്റെ അനുഭവങ്ങളും കൂടുതൽ മികച്ചതാക്കും. ലോകപ്രശസ്തരായ F1 താരങ്ങളാണ് സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിയിൽ മാറ്റുരയ്ക്കുക. പ്രത്യേകം പാക്കേജുകൾ എടുത്താൽ മത്സരം നടക്കുമ്പോൾ പിറ്റ് ലൈനിൽ സന്ദർശനം നടത്താനും താരങ്ങളെ നേരിട്ട് കാണാനുമൊക്കെയുള്ള അവസരങ്ങൾ ലഭ്യമാണ്. റേസിന്റെ ഭാഗമായി ഒരുക്കുന്ന എന്റർടൈൻമെന്റ് സെന്ററിൽ പലതരം ആക്ടിവിറ്റികളുണ്ട്. സ്കൈ വീൽ, സിപ്പ് ലൈൻ, ടോയ് കാർ റേസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് ജദ്ദയിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നായ അൽ റഹ്മ മോസ്ക് എന്ന ഫ്ലോട്ടിംഗ് മോസ്ക് ആണ്. ജദ്ദ കോർണിഷിലെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. പരമ്പരാഗത ഇസ്ലാമിക് ആർക്കിടെക്ചറും ആധുനിക നിർമ്മാണ സങ്കേതങ്ങളും കൂട്ടിയിണക്കിയുള്ള തികച്ചും വ്യത്യസ്തമായൊരു രൂപകൽപ്പനയാണ് മന്ദിരത്തിന് നൽകിയിട്ടുള്ളത്. മോസ്കിന്റെ സ്ഥാനവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. കോർണിഷിൽ കടലിലേക്ക് ഇറങ്ങി സ്ഥാപിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് മോസ്ക് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒരു ഫ്ലോട്ടിംഗ് ഫീൽ ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നു. വേലിയേറ്റ സമയത്ത് ജലം ഉയരുന്നതോടെ ഈ കാഴ്ചാനുഭവം കൂടുതൽ പ്രകടമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയത്ത് മോസ്ക് സന്ദർശിക്കുന്നതാണ് ഉത്തമം. മോസ്കിന്റെ കടലിൽ പൊങ്ങിക്കിടക്കുന്ന രൂപം ഫോട്ടോഗ്രാഫർമാർക്കും ഒരു വിരുന്നാണ്. കരയിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന മനോഹരമായ ഫ്രെയിമുകൾ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഏറെ പ്രചരിച്ചിട്ടുണ്ട്.
നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള വെളുത്ത മാർബിളിന്റെ തിളക്കവും മരതക പച്ച നിറത്തിലുള്ള മകുടത്തിന്റെ സൗന്ദര്യവും ആകെയുള്ള പകിട്ട് കൂടുതൽ ഗംഭീരമാക്കുകയും ചെയ്യുന്നു. പുറംപോലെ തന്നെ മനോഹരമാണ് മോസ്കിന്റെ ഉൾവശത്തിന്റെയും കാഴ്ചകൾ. പ്രാർത്ഥനാ സമയങ്ങളിൽ ഒഴികെ ഹാളിൽ പ്രവേശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. മോസ്കിനു ചുറ്റും ഒരു വോക്ക്വേ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കടലിന്റെയും സൂര്യാസ്തമയത്തിന്റെയും കാഴ്ചകളും മനോഹരമാണ്. അവസാനമായി നാം സന്ദർശിക്കുന്നത് ഒരു കടലോര ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അബുർബെ എന്ന ഒബുർബെ. തദ്ദേശീയർ ധാരാളമായി എത്തുന്ന ടൂറിസം കേന്ദ്രം. ചെങ്കടലിൽ നിന്നും ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ജലാശയവും തീരവും ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ജദ്ദ ഡൗൺ ടൗണിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമുണ്ട് അബുർബെയിലേക്ക്. തീരത്തുകൂടി നീളത്തിൽ ഒരുക്കിയിട്ടുള്ള പ്രൊമനേഡാണ് ഇവിടുത്തെ പ്രധാന ടൂറിസം ആക്ടിവിറ്റി സെന്റർ. ജനപ്രിയ വിനോദം ലഗൂണിലൂടെയുള്ള ബോട്ടിങ്ങും. ബോട്ട് വാടകയ്ക്കെടുക്കാൻ കഴിയുന്ന മറീനകൾ ഇവിടെയുണ്ട്. സ്പീഡ് ബോട്ടുകളാണ് ഇവിടെ കൂടുതലും. പണമടച്ചു കഴിഞ്ഞാൽ മറീന അധികൃതർ ബോട്ട് ഒരുക്കിത്തരും. ഒരു കുടുംബത്തിനോ സുഹൃത്ത് സംഘത്തിനോ സ്വകാര്യമായി സഞ്ചരിക്കാനാവുന്നതാണ് സ്പീഡ് ബോട്ടുകൾ. ഇതിൽ കയറി അബുർബെ ചെങ്കടലുമായി സന്ധിക്കുന്ന ഇടം വരെ യാത്ര ചെയ്യാം. കരയുടെയും കടലിന്റെയും കാഴ്ചകളാണ് യാത്രയുടെ ആകർഷണം. അബുർബെയുടെ ഇരു കരകളിലുമായി ധാരാളം ആഡംബര റിസോർട്ടുകളുണ്ട്. തീമാറ്റിക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കെട്ടിടങ്ങളും ബോട്ട് ജെട്ടിയും എല്ലാമുള്ള റിസോർട്ടുകൾ കാഴ്ചയിലും ഗംഭീരമാണ്. റിസോർട്ടുകൾക്ക് മുന്നിൽ പ്രൈവറ്റ് ബീച്ചുകളും കാണാം. സൗദി അറേബ്യയിലെ സമ്പന്നരുടെ വില്ലകളും ഇവിടെ കാണാനാകും. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൂരെ കാണുന്ന മറ്റൊരു കാഴ്ച ജദ്ദ ടവറാണ്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ദുബായിലെ ബുർജ് ഖലീഫയേക്കാൾ ഉയരമുണ്ടാകാൻ പോകുന്ന കെട്ടിടം. ബോട്ടിങ്ങിന് പുറമെ വാട്ടർ ജെറ്റ് പോലെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റികളും അബുർബെയിൽ ലഭ്യമാണ്. വിലക്കുകൾക്ക് മുന്നിൽ വഴിമുട്ടി നിന്നിരുന്ന സൗദി അറേബ്യൻ ടൂറിസം മേഖല ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. 2030 ടൂറിസം രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് സൗദി ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. മെക്കയുടെ പ്രവേശന കവാടവും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യവുമുള്ള ജദ്ദയാകട്ടെ സൗദിയിലെ ഡെസ്റ്റിനേഷനുകളിൽ സവിശേഷ സ്ഥാനം നിലനിർത്തുന്നു.